നമസ്കാരം, ഞാൻ അവന്തിക. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ NCDC. കൂട്ടക്കൊലയിൽ കാരണം തേടി. കേരളത്തിൽ നടുക്കിയ നന്ദൻകോട് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദിയെന്ന് സംശയിക്കുന്ന കേഡർ ജീൻസിന് വേണ്ടി തിരച്ചിൽ തുടരുന്നു. മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കടന്നുവെന്ന സൂചനയെ തുടർന്ന് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി പോലീസ്. വീട്ടിൽ നിന്ന് ലഭിച്ച 4 മൊബൈൽ ഫോണുകളും ഒരു കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കും കേന്ദ്രീകരിച്ച് അന്വേഷണം. കൊലയ്ക്ക് പിന്നിൽ ജീൻസണിന്റെ അമ്മയും സഹോദരിയും വിദേശത്തേക്ക് പോകുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കമെന്ന് സൂചന. എന്നാൽ സംശയം സാധൂകരിക്കുന്ന തെളിവുകൾ ഇതുവരെയും കണ്ടെത്താനായില്ല. 2009 വിദേശത്തു നിന്നും മടങ്ങിയ ജീൻസൺ ബന്ധുക്കളുമായോ സുഹൃത്തുക്കളുമായോ സഹകരിച്ചിരുന്നില്ലെന്നും വിവരം. അതേസമയം വീട്ടിൽ നിന്ന് കണ്ടെടുത്ത മൃതദേഹങ്ങൾക്ക് 3 ദിവസത്തെ പഴക്കമുള്ളതായി സൂചന. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സംഭവ സ്ഥലത്തെത്തി തെളിവെടുത്തു. IG മനോജ് എബ്രഹാമിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. മലയാളം വിലക്കിയാൽ നടപടി. സംസ്ഥാനത്തെ സ്കൂളുകളിൽ മലയാള ഭാഷ നിർബന്ധമാക്കിയുള്ള കരട് ഓർഡിനൻസിന് മന്ത്രിസഭ അംഗീകാരം. വരുന്ന അധ്യയന വർഷം മുതൽ തീരുമാനം നടപ്പിലാക്കാൻ ധാരണ. CBSE ICSE സിലബസുകൾക്കും നിയമം ബാധകം. മലയാളം പഠിപ്പിക്കാത്ത സ്കൂളുകളുടെ അംഗീകാരം റദ്ദാക്കാനും നിർദ്ദേശം. ഭാഷാ ന്യൂനപക്ഷമുള്ള അതിർത്തി പ്രദേശങ്ങളിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലും നിയമം നടപ്പിലാക്കും. സ്കൂളുകളിൽ മലയാളം സംസാരിക്കുന്നത് വിലക്കിയാൽ പിഴ ഈടാക്കും. നടപടി ആവർത്തിച്ചാൽ സ്കൂളിന്റെ NOC പിൻവലിക്കാനും മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയ കരട് ഓർഡിനൻസിൽ വ്യവസ്ഥ. മലപ്പുറത്ത് കൊട്ടിക്കലാശം. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് ഇന്ന് സമാപനം. വോട്ടുറപ്പിക്കാനുള്ള അവസാനഘട്ട ശ്രമങ്ങളിൽ സ്ഥാനാർത്ഥികൾ. നാളെ നിശബ്ദ പ്രചരണം. വോട്ടെടുപ്പ് മറ്റന്നാൾ. ഉപതെരഞ്ഞെടുപ്പിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. മലപ്പുറത്ത് പ്രശ്നബാധിതമെന്ന് കണ്ടെത്തിയ 49 ബൂത്തുകളിൽ അധിക സുരക്ഷ ഉറപ്പാക്കി ജില്ലാ കളക്ടർ. തെരഞ്ഞെടുപ്പ് സുരക്ഷയ്ക്കായി വിവിധ സേനകളിൽ നിന്നായി ജില്ലയിൽ വിന്യസിച്ചത് 2500 പേരെ. രാഷ്ട്രീയ അസ്വസ്ഥത നിലനിൽക്കുന്ന 39 ബൂത്തുകളിൽ പ്രത്യേക സുരക്ഷ ഉറപ്പാക്കുമെന്നും വിശദീകരണം. അതിക്രമത്തിൽ നടപടി വൈകും. ജിഷ്ണു കേസിൽ DGP ഓഫീസിന് മുന്നിലുണ്ടായ പോലീസ് നടപടിയിൽ ഉന്നതതല അന്വേഷണം. മഹിജയുടെ പരാതിയിൽ ക്രൈംബ്രാഞ്ച് ADGP നിതിൻ അഗർവാളിന് അന്വേഷണ ചുമതല. പോലീസുകാർക്കെതിരെ നടപടി വേണമോ എന്ന കാര്യത്തിൽ തീരുമാനം ADGPയുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷമെന്നും സർക്കാർ. ജിഷ്ണുവിന്റെ കുടുംബത്തിന് മുഖ്യമന്ത്രിയെ കാണാൻ കരാർ ഒപ്പിടേണ്ടി വന്നുവെന്ന് രമേശ് ചെന്നിത്തല. പിണറായിയെ കാണാൻ സമയം നൽകണമെന്നാണ് കരാറിലെ ഒരു വ്യവസ്ഥ. ജയിലിൽ കഴിയുന്ന KM ഷാജഹാൻ ഭരണകൂട ഭീകരതയുടെ ഇരയെന്നും പ്രതിപക്ഷ നേതാവ്. അതേസമയം സംഭവത്തിൽ തനിക്കെതിരെ നടന്നത് ഗൂഢാലോചനയെന്ന് KM ഷാജഹാൻ. ലാവ്ലിൻ കേസിൽ പിണറായിക്കെതിരെ നിലപാടെടുത്തത് വ്യക്തിവൈരാഗ്യത്തിന് ഇടയാക്കി. അറസ്റ്റ് ഭരണഘടനാ ലംഘനം. പ്രതികരണം ലോ അക്കാദമിയിൽ പരീക്ഷ എഴുതാൻ എത്തിച്ചപ്പോൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2735 രൂപ, പവൻ 21,880 രൂപ, വെള്ളി ഗ്രാമിന് 46 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ NCDC. അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30. നമസ്കാരം.